ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓണം സ്പെഷ്യലാണ്. ഒരു പായസം ഉണ്ടാക്കാം. വെജിറ്റബിൾ ഉപയോഗിച്ചാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. എന്ത് വെജിറ്റബിൾസ് ആണെന്നല്ലേ? മത്തനും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ് ഈ പായസം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മത്തങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് 3/4 കിലോളം വരും. 4 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായി നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഓരോ കുക്കറിനും ഓരോ രീതി ആയിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. നന്നായി വെന്ത് കിട്ടണം എന്നത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലല്പം വെള്ളമുണ്ട്. ഇതൊന്ന് ഊറ്റി മാറ്റാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് എടുത്താൽ മതി. ഇനി ഇത് നന്നായി ഉടച്ചെടുക്കണം. ഞാൻ ഈ തവി കൊണ്ട് തന്നെയാണ് നന്നായി ഉടച്ചെടുത്തിട്ടുള്ളത്. ചിലർക്ക് ചെറിയ തരികൾ പായസത്തിൽ കടിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചെടുക്കണ്ട. ചിലർക്ക് നല്ല സ്മൂത്തായിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നന്നായി ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ ചെറിയ തരികളോടുകൂടി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 50 ഗ്രാം ചവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി, ഒരുപാട് വേവിക്കണ്ട. ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. മിക്സിയിൽ തേങ്ങ ഇട്ടതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. ഒന്നാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഒന്നാം പാൽ, തലപ്പാൽ. ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് രണ്ടാം പാൽ. മൂന്നാമത് എടുക്കുന്നത് മൂന്നാം പാലാണ്. ഇവിടെ 3 പാലുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ 1/2 കിലോ ശർക്കര എടുത്താൽ മതി. ചില ശർക്കരയിൽ ചെറിയ ഉപ്പുണ്ടാവും, അത് സാരമില്ല. ഇതൊരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി ഉരുക്കിയെടുക്കണം. ശർക്കരയിൽ ചിലപ്പോൾ മണ്ണോ കല്ലോ ഒക്കെ കാണും. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഉരുക്കി അരിച്ചെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വെള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മത്തങ്ങയുടെയും ക്യാരറ്റിൻ്റെയും ചെറിയ തരികളൊക്കെ അതേ കളറിൽ കാണുന്നതിന് വേണ്ടി വെള്ള ശർക്കര എടുക്കുന്നതാണ് നല്ലത്. ഇനി കറുത്ത ശർക്കരയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അതെടുത്താലും മതി. ഇനി പായസം ഉണ്ടാക്കി തുടങ്ങാം. ഉരുളി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഉരുകി വരുമ്പോഴേക്കും മത്തങ്ങയും ക്യാരറ്റും ഉടച്ചു വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നെയ്യിൽ നന്നായി വരട്ടിയെടുക്കണം. ക്ഷമയോടുകൂടി ടൈം എടുത്താണ് പായസം ഉണ്ടാക്കേണ്ടത്. ഇത് നന്നായി വരട്ടിയെടുക്കണം. എങ്കിൽ മാത്രമേ പായസത്തിന് ആ ഒരു സ്വാദ് കിട്ടുകയുള്ളൂ. ഒരു കുഴമ്പ് രൂപത്തിൽ നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചവ്വരി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വരട്ടിയെടുക്കണം. ഒരു കുഴമ്പ് രൂപത്തിലാക്കണം. ശർക്കര ചൂടായി വരുമ്പോഴത്തേക്ക് പുറത്തേക്ക് തെറിക്കും. ദേഹത്തിൽ വിടാതെ ശ്രദ്ധിച്ച് നിന്ന് വേണം വരട്ടിയെടുക്കാൻ. നന്നായി വരട്ടിയെടുക്കണം കേട്ടോ. കൈ ഇടതടവില്ലാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കര വരട്ടിയെടുക്കാൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നന്നായി വരട്ടിയെടുക്കുമ്പോഴാണ് ഈ പായസത്തിന് നല്ല സ്വാദ് കൂടുന്നത്. ഈ പായസത്തിൻ്റെ സ്വാദ് കൂട്ടുന്നതിൽ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി ചെയ്യണം. നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഒരു അലുവയുടെ പരുവത്തിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് പായസം ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂടുണ്ടാവും പായസത്തിന്. അടി പിടിക്കാതെ നോക്കണം. അതുകൊണ്ടാണ് ഇടതടവില്ലാതെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നന്നായി കുറുക്കി വന്നിട്ടുണ്ട്. ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെയാണ്. നന്നായി ഇളക്കി കൊടുക്കണം. കൈ ഇടതടവില്ലാതെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ഒരേപോലെ കൈ ഇളക്കുകയാണെങ്കിൽ, കൈ കഴയ്ക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും സഹായത്തിന് വിളിക്കാം. കൊച്ചുകുട്ടികളെ വിളിക്കണ്ട കേട്ടോ. ഇത് ചെറുതായി പുറത്തേക്ക് തെറിക്കും, അതുകൊണ്ടാണ്. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് വറ്റിച്ചെടുക്കണ്ട. എത്രത്തോളം കട്ടി വേണമെന്നുള്ളത് അതനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി. കാരണം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കുകയോ വറ്റിക്കുകയോ ചെയ്യില്ലല്ലോ. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം, അതായത് തലപ്പാൽ. പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് 2 പേരും പറഞ്ഞത്. പാൽ ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് തിളപ്പിക്കാൻ പാടില്ല. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ ഫലമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും 1 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 എണ്ണം ചേർത്ത് കൊടുക്കുക. മിക്സിയിൽ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം. ഏലക്കയുടെയും ചുക്കിൻ്റെയും മണം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്ത് കോരി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി മൂടി തുറന്നതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മത്തങ്ങ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ സ്വാദ് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ് ഈ പായസം. 30 മിനിറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട്. നന്നായി വരട്ടിയെടുക്കുന്നതിലാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ കടലയും അടയും പയറും ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഓണത്തിന് വ്യത്യസ്തമായൊരു വെജിറ്റബിൾ പായസം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.